അതുപോലെ മിക്ക രാജ്യങ്ങളിലേക്കും, അതായത് USA, കാനഡ, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡർ വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. വർക്കുകളുടെ ഒരു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 തൊട്ട് മുകളിലേക്കാണ്. ഇത് യൂട്യൂബ് നോക്കിയാണ്, യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് പഠിച്ചെടുത്തത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൗമ്യ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് അടുത്തുള്ള പുത്തനങ്ങാടിയിലാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു 5 വർഷത്തോളം കാലമായിട്ട് നമ്മൾ ഫാൻസി നെറ്റിപ്പട്ടം ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. ആദ്യം ചെയ്തിരുന്നത് ഗ്ലാസ് ബോട്ടിലും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിനും ബൾബിലും ഒക്കെ ആയിരുന്നു. ആദ്യം നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്കതൊരു വരുമാനം കിട്ടുന്ന ഒരു ഇതായി എന്നറിഞ്ഞപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പിന്നെ നെറ്റിപ്പട്ട നിർമ്മാണത്തിലേക്ക് തിരിയുകയായിരുന്നു. നമ്മളിപ്പോൾ മെയിനായിട്ട് നെറ്റിപ്പട്ടവും തിടമ്പ്, പിന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള വർക്കുകൾ, വാൽക്കണ്ണാടി, റൗണ്ട് വർക്ക്, അങ്ങനെ പല ഷേപ്പുകളിലുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. തുടക്കത്തിൽ ഞാനിത് ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പോൾ നമുക്ക് ഓർഡർ വർക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തു പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിലെ 8ഓളം സ്റ്റാഫുകൾ നമുക്ക് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സഹായത്തിനുണ്ട്. നിലവിൽ നമ്മൾ 1 അടി മുതൽ 10 അടി വരെയുള്ള വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ വർക്കുകളായിരിക്കും, കാരണം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെറിയ നെറ്റിപ്പട്ടത്തിനേക്കാളും താല്പര്യം വലിയ വർക്കുകളായിരിക്കും. അങ്ങനെ കൂടുതലും വലിയ വർക്കുകളാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 6500ഓളം ഓർഡർ വർക്കുകൾ നമ്മൾ ഇതുവരെ വിവിധ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞതിൽ ചെറിയ നെറ്റിപ്പട്ടം. ഇത് 1 അടിയുടെ നെറ്റിപ്പട്ടാണ്. ഇത് നമ്മുടെ ബീഡ്സ് വർക്ക് വരുന്ന പോർഷനാണ് 1 അടി. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഏകദേശം 2 അടിയോളം നീളം ഉണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ഒരു ആനയ്ക്കിടുന്ന ഒരു സൈസിനോളം വലുപ്പം വരുന്നതാണിത്. ഇത് നമ്മുടെ ബീഡ്സ് വർക്ക് മാത്രം 5 അടി വരുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 6 അടി 5 ഇഞ്ചാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നും അളവ് അനുസരിച്ച് നമ്മൾ ആദ്യം തുണിയെല്ലാം കറക്റ്റ് സൈസിന് വെട്ടിയതിന് ശേഷം ഇതുപോലെ മെയിൻ ഹാഫ് ബോൾ എല്ലാം ആദ്യം അറേഞ്ച് ചെയ്യും. അതിനുശേഷമാണ് ഇതിൽ ചെറിയ ബീഡ്സ് വെച്ച് റൗണ്ട് ചെയ്ത് പോകുന്നത്. പിന്നീട് നൂല് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻ നമ്മൾ കെട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഇതിൽ ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂട്യൂബ് നോക്കിയാണ്, യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് പഠിച്ചെടുത്തത്. ആദ്യമൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് വീഡിയോസ് നോക്കി ആദ്യം ചെയ്ത നെറ്റിപ്പട്ടൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 3-5 നെറ്റിപ്പട്ടങ്ങൾ ചെയ്താണ് പഠിച്ചത്. പിന്നീട് നമുക്ക് അതിൻ്റെ അളവുകളെ കുറിച്ചൊക്കെ പഠിച്ചെടുത്ത് എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്നെക്കൊണ്ട് തന്നെ ചെയ്ത്, അതായത് നമുക്ക് ഓർഡർ ഒരുപാട് വന്നപ്പോൾ എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സഹായിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഞാൻ ഇതുപോലെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ വർക്കുകളുടെ ഒരു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 തൊട്ട് മുകളിലേക്കാണ്. അത് പൂർണ്ണമായിട്ടും കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് കൂടുതലായിട്ടും ഓൺലൈൻ വഴിയാണ് ഓർഡറുകൾ കിട്ടുന്നത്. നമ്മുടെ പേജ് വഴിയാണ് കൂടുതലും ഓർഡറുകൾ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിനകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും തന്നെ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും മിക്ക സംസ്ഥാനങ്ങളിലും അതുപോലെ മിക്ക രാജ്യങ്ങളിലേക്കും, അതായത് USA, കാനഡ, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡർ വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കാണ്. നമ്മൾ അയർലൻഡിലേക്ക് ഉള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത വർക്കാണ്. ഇതുപോലെ ശിവനും പാർവതിയുടെ രൂപം സെൻറ്ററിൽ വെച്ചിട്ട് അവർ പറഞ്ഞതിന് പ്രകാരം നമ്മൾ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തൊരു വർക്കാണിത്. ഷേപ്പിലുള്ളൊരു ഫോട്ടോ വർക്കാണ്. ഇതുപോലെ നമ്മൾ ലവ് ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ, സ്റ്റാർ മോഡൽ, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിൽ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മയിൽപ്പീലി വെച്ചിട്ടുള്ള ബോർഡറാണ്. അതുപോലെ തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഭഗവാന്മാരുടെ രൂപങ്ങൾ വെച്ചിട്ടുള്ള വർക്കാണ്. ഇതിൽ ഗുരുവായൂരപ്പൻ്റെ വെച്ചിട്ടാണ്. അതിപ്പോൾ കസ്റ്റമർ എന്താണോ പറയുന്നത്, അതുപോലെ ഏത് ഭഗവാന്റെ രൂപം വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയൊരു ഓർഡറാണ്. അവർക്ക് നാടകത്തിന് വേണ്ടിയിട്ട് മാലയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഡിസൈനിൽ ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കാണിത്.